കൃഷിദീപത്തിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീകൃഷ്ണപുരത്ത് കൃഷ്ണൻകുട്ടിയേട്ടൻ്റെ വീടിന് മുന്നിലാണ്. കൃഷ്ണൻകുട്ടിയേട്ടൻ ഒരു കർഷകനാണ്, വളരെ പ്രത്യേകതയുള്ള ഒരു കർഷകൻ കൂടിയാണ്. ജീവിതത്തിൽ ഇതുവരെ ജൈവവളമല്ലാത്ത മറ്റൊന്നും ഉപയോഗിക്കാതെയാണ് അദ്ദേഹം വളരെ നല്ല രീതിയിലാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. വളരെ താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് പല രീതിയിലുള്ള കൃഷിയാണ്, ഒരുപാട് തരത്തിലുള്ള കൃഷിയുണ്ട്. അതുപോലെ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഓരോന്നിട്ട് കാണാം. അപ്പോൾ നമ്മുടെ കൃഷ്ണൻകുട്ടിയേട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ട്. എന്താണ് വിശേഷം? എന്താണ് വിശേഷം? ഇപ്പോൾ മറ്റേ ക്ലൈമറ്റിൻ്റെ ചൂട് ഇപ്പോഴത്തെ പഴയ അസുഖമാണല്ലേ? അപ്പോൾ അത് ഈ ക്ലൈമറ്റിനൊക്കെ കൂടുതലാണ്. ഈ തണുപ്പും അല്ലേ, ചില സമയത്ത് തണുപ്പും ചൂടൊക്കെ. അത് സാധാരണ ഷർട്ടൊന്നും ഇടാതെ നിൽക്കുന്നത്. കൃഷിയൊക്കെ എങ്ങനെ പോകുന്നു? കൃഷിയായിട്ട് അങ്ങനെ ഇല്ല. ഇത് ഉണ്ടാക്കുന്നുണ്ട്, അവർ എപ്പോഴെങ്കിലും വന്ന് നോക്കുന്നത്. പിന്നെ കൂവയ്ക്ക് അധികം പ്രശ്നം വേണ്ട, ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്ന് ചൂട്ടിട്ട് തന്നെ ഉണ്ടാക്കി. ചേനയ്ക്ക് അത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ പൊതുപ്പെ തന്നെ ഉണ്ടായിക്കോളും. അപ്പോൾ ചേന ഒരു ഇഞ്ചി ഇതൊക്കെ കൃഷിയെല്ലാം നമ്മൾ സ്വന്തം ആവുകൊണ്ട് വലുതെ നോക്കേണ്ട പ്രശ്നമില്ല. അതൊന്നും എടുക്കട്ടെ കളിക്കേണ്ടായിരുന്നു. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ കേട്ടിട്ട് ഇവിടെ വരാൻ കാരണം ഇവിടെ ജൈവമായിട്ടുള്ള വളങ്ങൾ മാത്രമാണ് ഇതുവരെ. അതെ, മറ്റേ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. വന്ന കാലത്ത് നമ്മുടെ ജോലിക്കാരുണ്ടായിരുന്നു, അവർ പഴയ ജോലിക്കാരൻ്റെ വീട്ടിൽ വളരെ കാലഘട്ടം. ആ കാലം മുതൽ എന്തെങ്കിലും ആയിക്കോട്ടെ വന്ന് തുടങ്ങിയിട്ട്. അപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞു, രാസവളം ഇതിൻ്റെ ഉള്ളിൽ കയറ്റരുത്, ഒന്നും ഉണ്ടായില്ലെങ്കിലും വരുന്നത് കയറ്റരുത്, ഒക്കെ ജൈവമാണ്. ഇതുവരെ ചെയ്ത് മുഴുവൻ മതിയാണ്. ഫോസ്ഫേറ്റോ അല്ലെങ്കിൽ നൈട്രേറ്റോ ഉണ്ടല്ലോ, സൾഫേറ്റ്, ഇതൊന്നും ഉള്ളിൽ കയറ്റാറില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഉറച്ചൊരു തീരുമാനം? കാരണം എന്ന് വെച്ചാൽ ഈ രാസവളം ഏതായാലും ശരി കുറച്ച് കഴിഞ്ഞാൽ മണ്ണിൻ്റെ കൂടെ അത് കളയും. മണ്ണേ പോയി കഴിഞ്ഞു. മറ്റേതല്ല, മണ്ണിൽ നിന്ന് കിട്ടുന്ന മണ്ണിൽ തന്നെ പോകുന്നതാണ്, അതുകൊണ്ട് രക്ഷപ്പെടും. മണ്ണ് നന്നാവും എപ്പോഴും. അങ്ങനെയായിരിക്കും. എൻ്റെ പൊതുവേ പൊട്ടിയിൽ മണ്ണ് കൊണ്ടല്ലേ കല്ലിലിരുന്നാണ്, അത് ശരിയാക്കി എടുക്കുന്നതാണ് കുറേശ്ശെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു മേഖലയിലേക്ക് അങ്ങനെ എപ്പം മുതലാണ് കടന്നു വന്നത്? അങ്ങനെയല്ല, ഞാൻ ജോലി എടുത്തത് കൽക്കട്ടയിൽ. അവിടെ ഏറ്റവും മുകളിലായിരുന്നു, ടെറസിലായിരുന്നു. അപ്പോൾ വൈകുന്നേരം ചെറിയ പ്ലോട്ട് വാങ്ങിയിട്ട് അവിടെ മണ്ണ് കിട്ടുക എങ്ങനെയാ വെച്ചാൽ ഈ ഡ്രൈനേജ് ഉണ്ടല്ലോ, ഡ്രൈനേജ് ക്ലീൻ ചെയ്ത് അവരത് പുറത്തിടും. അതാണ് മണ്ണ്. അത് ഏറ്റവും നല്ല ഭാര്യഷ്ടമാണ്, ഏറ്റവും നല്ലത്. അത് കൊണ്ടുവന്നിട്ടിട്ട് അതിൽ കുറേ ആദ്യം കുറച്ച് മറ്റേ പച്ചക്കറി എന്തുണ്ടാക്കിയിരുന്നു, പിന്നെ കുറച്ച് കാലം മറ്റേ ചെടികൾ വെച്ചിരുന്നു. പിന്നെ എന്തുണ്ട് താഴത്തെ കൂട്ടി പറഞ്ഞു ഞങ്ങൾക്ക് ലീക്കുണ്ട് നിർത്തിയതാണ്. അവിടെ പിന്നെ ഇവിടെ പിന്നെ വെറുതെ ഇരിക്കുകയല്ലേ. കൽക്കട്ടയിൽ എന്തായിരുന്നു ജോലി? കൽക്കട്ട ഞാൻ ബാങ്കിലായിരുന്നു. അതിന്റെ ഒരു സൈഡായിട്ടല്ലേ ഒരു താല്പര്യമാണ്. ആ താല്പര്യം എനിക്ക് അങ്ങനെയില്ല, വെറുതെ ഇരിക്കല്ലേ, എന്തെങ്കിലും നോക്കി ഇവിടെ അതെ വെറുതെ ഇരിക്കല്ലേ. വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ കേടുവരും. അപ്പോൾ അതിന് എന്തെങ്കിലും ഹോബികളായിരിക്കും അടങ്ങിയതാണ്. ഇവിടെ എന്തൊക്കെ നമുക്കുള്ള ഒരു മഴ വീടൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. മഴ വീടായിട്ടല്ല, അത് ഇതിൻ്റെയൊക്കെ എടുത്ത് ഹരിതഗൃഹം എന്ന് പറയും. ഈ ഹരിതഗൃഹത്തിൻ്റെ മെച്ചം എന്താ വെച്ച് കഴിഞ്ഞാൽ മഴത്തിൻ്റെ മാത്രമേ ഉള്ളൂ. ഇതല്ല, അകത്തുള്ള തണുപ്പുണ്ടല്ലോ അത് പുറത്തേക്ക് പോവില്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കും. അപ്പോൾ ഏത് കാലത്തും അതിൻ്റെ ഉള്ളിൽ തണുപ്പ്. ചേട്ടൻ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ല, അത്ര ചൂടായിരിക്കും. പക്ഷേ ചെടിക്ക് അതിന് മെച്ചമാണ്. അതാണ് അതിൻ്റെ മെച്ചം ഹരിതഗൃഹം. ഇതിൻ്റെ ഇവിടെ നമുക്കിവിടെ ഇപ്പോൾ ആദ്യമായിട്ട് ഉള്ളത് കൂവയാണ്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ. അത് നട്ടിട്ട് ഇപ്പോൾ എത്ര ആയിട്ടുണ്ടാവും? ഇതൊക്കെ ഓൾമോസ്റ്റ് ആയില്ലേ? ധനുമാസമായി. ഈ ഒരു ഏരിയ മൊത്തം പൂവ് തന്നെയാണോ ഏറ്റവും? അത് ശരി. പിന്നെ എങ്ങനെയാ വെച്ചാൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തന്നെ ഉണ്ടായിക്കോളും പൂവ് അല്ലേ? നമ്മൾ ഒരു തവണ ഒന്ന് ഇതാക്കി വലിയ മെയിൻ്റനൻസ് ഒന്നും വേണ്ട. മാത്രമല്ല പൂവില്ല, അത് നശിക്കില്ല. അതിങ്ങനെ വന്നുകൊണ്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ അങ്ങനെ പൂവാതാണ്. ഇതിന് നമ്മൾ എന്തൊക്കെയാണ് വളങ്ങൾ കൊടുക്കുന്നത്? ഒരു വളമില്ല, അതിന് കൊടുക്കുന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇല്ല. മറ്റേ എഞ്ചിക്കതിലൊക്കെ ഒന്ന് വെറുതെ മണ്ണിൽ കിട്ടുന്നതല്ല. ഇത് നമുക്ക് വിൽക്കാറുണ്ടോ? അങ്ങനെ
വിൽക്കാറുണ്ട്. പൂവ് പച്ച ആയിട്ട് കിട്ടിയത് വിറ്റിട്ടുണ്ട്. അതിൻ്റെ ഒരു വില നിലവാരമൊക്കെ എങ്ങനെയാണ് മാർക്കറ്റ്? അത് മാർക്കറ്റിൽ ആ സമയത്ത് വിറ്റിയ ചിലപ്പോൾ കൂടുതൽ കുറഞ്ഞിരിക്കും, ചിലപ്പം കുറയും ചിലപ്പോൾ. നമ്മൾ ഇതിന് പൊടി ഉണ്ടാക്കുന്ന ഒരു സംഗതിയൊക്കെ ഉണ്ടല്ലോ, പൂവയുടെ പൊടി എടുക്കുന്ന അത് ചെയ്യാറുണ്ട്. അത് ചെയ്തിട്ട് അങ്ങനെ വിൽക്കാറില്ല. അതിൻ്റെ ആവശ്യം നമ്മുടെ ആവശ്യത്തിനുള്ള ഉപയോഗത്തിനുള്ള. ഇത് ഈ കുവ്വ ഇപ്പോൾ വർഷത്തിൽ ഒരു തവണയാണോ ഈ വിളവെടുപ്പ് വരുന്നത്? എപ്പോഴും ഒരു തന്നെ വരുന്നത്. വിളവെടുപ്പ് എപ്പോൾ വേണേലും എടുക്കാം? അല്ല, ഇല്ല, ഒരു തവണ ഇത് വരും. ഒരു തവണയാണ് വരുന്നത്. എടുത്തു കഴിഞ്ഞാൽ ഈ കാലത്താണ് അത് വരിക. ഇത് കഴിഞ്ഞ പിന്നെ അധികം വരുന്നില്ല. അപ്പോൾ ഉള്ള കാലത്ത് പിന്നെ പൊടിയൊക്കെ വെക്കുന്നില്ല. ഇല്ല ഇല്ല. പിന്നെ കൂവ ഈ കാലത്ത് കിട്ടും. ശരി. ജനുമാസം വൃശ്ചികമാസം പിന്നെ ഉണങ്ങി പോകും. അത് അടുത്ത കൊല്ലത്തേക്ക് നിൽക്കില്ല. ഈ കൊല്ലം എടുത്തില്ലെങ്കിൽ ഇത് പോയി. പിന്നെ ആദ്യം പുതിയതായിട്ട് ഉണ്ടാവണം അല്ലേ? അത് ശരി. നമുക്ക് ഏകദേശം ഇപ്പോൾ ഇവിടുന്ന് എത്ര കിലോ വരെ കിട്ടിയിട്ടുണ്ട്? എനിക്ക് 60 കിലോ. നമുക്ക് ഈ ഒരു ഏരിയ മാത്രമാണോ? ഇഞ്ചി ഉണ്ടല്ലേ. ഇതിനിടയിലൂടെ ചേമ്പ് അല്ലേ? ചേനയാണല്ലേ ഇത്? സോറി, ചേന വെച്ചിട്ടുണ്ട്. മാറ്റി ഒരേ ദിക്കിൽ എപ്പോഴും വെക്കാൻ പറ്റില്ല. ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതെ, അങ്ങനെ ഉണ്ട്. ഇവിടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇതിന്റെ വെച്ച പോകും. അതെ അതെ. ഇത് വേറെ വെക്കിരിക്കും. ഇവിടെ വേറെ കൃഷി ചെയ്യണം. ഈ ചേന അധികം ഉണ്ടോ? വേറെ ഉണ്ടല്ലേ. ഇതിൽ നമുക്ക് ഏറ്റവും അധികം കൃഷി ഏതാണുള്ളത്? അങ്ങനെയൊന്നുമില്ല അല്ലേ? ഇതിലിപ്പോ പ്രധാന ഇതിപ്പോ എന്താ കഴിഞ്ഞ കൊല്ലം വെച്ചതിന്റെ ബാക്കി അതൊന്നും ഉണ്ടായില്ലോ. ഈ ചേനയ്ക്ക് ഇങ്ങനെയൊക്കെ വെച്ചുണ്ട്. അതുള്ളത് അങ്ങനെ ആദ്യം ഉണ്ടായി വരും. അങ്ങനെ ഉണ്ടായിക്കോളൂ അല്ലേ. ഇത് നമ്മൾ വിൽക്കാറുണ്ടോ ചേന അല്ലേ? അത്ര അധികം ഇല്ല. എനിക്ക് തോന്നുന്നു അച്ഛൻ ഇത് ചെയ്യുന്നത് സാമ്പത്തികമായിട്ടുള്ള ഒരു ലാഭത്തിന് വേണ്ടിയിട്ടല്ല, എന്റെ ഹോബിയാണ്. അതെ. ഇനിയിപ്പോ ഇത് നഷ്ടം വന്നാലും ലാഭം വന്നാലും കുഴപ്പമൊന്നുമില്ല, അത് ചെയ്തോണ്ടേയിരിക്കും. അതെ അതെ. നമുക്കൊരു ഒരു സന്തോഷം തരുന്ന ഒരു സംഗതി. ഇനി ഇഞ്ചികളൊക്കെ എവിടെയാണ് വെച്ചിട്ടുള്ളത്? മാവോ? അച്ഛൻ ഒരു മിനിറ്റ്. അപ്പോൾ ഇതിവിടെ നമ്മൾ ഈ പോകുന്ന വഴിക്കൊക്കെ പല സംഗതികൾ കാണുന്നുണ്ട്. ഇപ്പൊ ഇത് മാവാണ്, അതുപോലെ അവിടെ ഒരു സീതാപ്പഴം പോലത്തെ ഒരു പഴം ഉണ്ടായതാണ്. ഈ മാവൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ്. എന്ത് മാവാണ് ഇത്? അങ്ങനെ നാടൻമാവല്ലേ? അത് കൊട്ടുമാവ് ബോംബെ ഒരു ബെഡ് വാങ്ങിണ്ടാക്കി. അത് വാങ്ങി 2 ബെഡ് വാങ്ങി വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു പ്ലാവിന്റെ. ഇതിനിടക്ക് ഇങ്ങനെ മാവ് ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ? നമ്മുടെ മാവുന്നായിട്ടുണ്ടാവില്ല കായ? ഇല്ല, ഇത് കായ്ക്കാൻ തുടങ്ങണേ. അവിടെ അവിടെ ഉണ്ട് മാവ്. 2-3 മുമ്പുണ്ടായിരുന്നു, പഴയതുണ്ടായിരുന്നു, അത് പോയി. അപ്പൊ അതിന് വേണ്ടി പൂജയ്ക്ക് വേണ്ടി വെച്ചതാണ്. കായ്ക്കാൻ തുടങ്ങിയുള്ളൂ. അവിടെ കുറച്ച് കൈതച്ചക്ക അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 1-2 പിന്നെ തന്നെ അതിന്റെ വെച്ചിട്ട് വന്നോളൂ അല്ലേ? നമ്മളധികം ജോലി ചെയ്യണ്ട. അങ്ങനെയല്ല, നമ്മൾ ഇത് ചൈതൊക്കെ ഉണ്ടായി അതിന്റെ മീത് ഉണ്ടാവും. അതെടുത്ത് അത് വെട്ടി അവിടെ സൈഡ് വെച്ചാൽ മതി. അത് തന്നെ നമ്മൾ കാര്യമായിട്ടൊരു പണിയൊന്നും എടുത്തു കൊടുക്കണ്ട. അത് തന്നെ ഉണ്ടായിക്കോളും. വെള്ളം നനക്കുന്നുണ്ടോ? ഒന്നിനും വെള്ളം നനക്കേണ്ട കാര്യം പച്ചക്കറിക്ക് മാത്രമേ അത്രേ ഉള്ളൂ അല്ലേ? അപ്പൊ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് കൊടുത്താൽ മതി അല്ലേ? അത് ശരി. അതെ അതെ അതെ. ഇതൊക്കെ മഞ്ഞൾ അല്ലേ? അവിടെ ഇവിടെ ഇഞ്ചി. ഇത് നമ്മുടെ സാധാരണ മഞ്ഞളാണോ? സാധാരണ മഞ്ഞളാണ്. അത് ശരി. പൈസ കൊടുത്ത് വാങ്ങുന്നില്ല, തൊടിയുണ്ടായിട്ട് തന്നെ ഉണ്ടായത്. പിന്നെ അതിൻ്റെ മറ്റൊന്ന് പിന്നെ ഉണ്ടായിക്കോളും. ഇത് നമുക്ക് വിൽക്കാനുള്ളതൊക്കെ കിട്ടാറില്ല? എൻ്റെ ആവശ്യത്തിനുള്ള അത്രേ ഉള്ളൂ അല്ലേ? മഞ്ഞളും ഇഞ്ചിയും അത്ര. ഇഞ്ചി നമ്മുടെ സാധാരണ ഇഞ്ചി തന്നെയാണോ? അല്ല, പല തരത്തിലുള്ള ഇഞ്ചികളും മഞ്ഞളുകളും അതൊന്നുമില്ല, ഉണ്ടാക്കുന്നുണ്ടല്ലേ? പിന്നെ ഇതിൻ്റെയൊക്കെ ഗ്യാപ്പിലൂടെ പറ്റുന്നതൊക്കെ അതാ. അപ്പോൾ പപ്പായ ഉണ്ട് ഇവിടെ, അതുപോലെ അതൊക്കെ തന്നെ ഉണ്ടാവുന്ന. അപ്പൊ നമ്മളൊരു മനസ്സ് കൊടുത്താൽ മതി, സ്ഥലം കൊടുത്താൽ മതി, ബാക്കിയൊക്കെ ഉണ്ടായിക്കോളും അല്ലേ? നമ്മളത് നശിപ്പിക്കാണ്ടിരുന്നാൽ മതി അല്ലേ? അത് ഒരുവിധമൊക്കെ ഉണ്ടായിക്കോളും. വേറെ എന്താണ് ഇവിടെ? അത് കറിവേപ്പിലാണോ? കറിവേപ്പില തന്നെ ഉണ്ടാക്കിയതാണ്. ആദ്യം 2 ഉണ്ടായിരുന്നില്ല, ഉണ്ടാക്കി വെച്ചത്. അത് ഉണ്ടാക്കിയ ശേഷം കറിവേപ്പിന് ഒരു പിടിച്ചു കഴിഞ്ഞാൽ അത് പോവില്ല. കറിവേപ്പ് പക്ഷെ പിടിക്കാനും നല്ല പാടാണെന്ന് പറയും. വളരെ പാടാണ്, എളുപ്പമല്ല അത്. പിടിച്ചു കിട്ടുന്ന വരെ നമ്മൾ കൂടുതൽ സൂക്ഷിക്കണം. അതെ അതെ. കരിമ്പിൻ്റെ അത് വരും, അതൊക്കെ നോക്കണം. അത് ആദ്യം അതിനു വേണ്ടി ഉണ്ടാക്കിയതാണ്. പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ചുറ്റും വരെ ഉണ്ടാവും. അത് ഒരു കറിവേപ്പിന് കൽക്കട്ടെന്ന് കൊണ്ടുവന്നതാണ് അവിടെ ഉണ്ടാക്കുന്നത്. അത് ഉണ്ടായി. പിന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതും തന്നെ ഇത് വന്ന പക്ഷികൾ ഇട്ടുകൊണ്ട് അവിടെ കൂടി പിന്നെ തന്നെയായിട്ട് വേര് പോയിട്ട് വരുന്നുണ്ടായിക്കൊണ്ട് കഴിയും.
പിന്നെ ഒരുപാട് നശിപ്പിച്ച് കളയേണ്ട അവസാനം ഒരു രക്ഷയില്ലാത്ത വേപ്പ് കാരണം അത് ഉണ്ടായിട്ട് മാത്രമേ വേണ്ടത്. അത് ശരി, അത് ശരി, അത് ശരി. ഇനി നമുക്കിപ്പോൾ ഈ ഏരിയയിൽ വേറെ എന്താണ് ഉള്ളത്? ഇവിടെ അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് വേറൊന്നുമില്ല. അവിടെ ഉണ്ടായിരുന്നു. ഇക്കുറി ഈ കഴിഞ്ഞ 3-4 മാസങ്ങളിൽ എനിക്ക് തിരിഞ്ഞു വെക്കാൻ പറ്റില്ല. മിസസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രശ്നം കൂടെ തന്നെ അപ്പോൾ നോക്കാനേ പറ്റില്ല, നമുക്ക് പോയതാണ്. പിന്നെ ഇപ്പോൾ ഉണ്ടാക്കി വരുന്നേ ഉള്ളൂ രണ്ടാമത്. അത് ശരി. ഇവിടെ ഇതിൽ ഈ ചെറിയ ചെറിയ ഇലകളുള്ളത് എന്താണ്? ഏത് ഇതിൻ്റെ ഇടക്ക്? ഇതോ? ഇതാണ് ഇഞ്ചി. അതാണ് ഇഞ്ചി അല്ലേ? അത് ശരി. മറ്റേ പഴയ കൂടെ ബാക്കിയുള്ള വരുന്നുണ്ട്, കൂടെ ബാക്കിയുള്ളത്. അതുപോലെ ഈ ഈ കൈതച്ചക്ക ഇഷ്ടം പോലെ വന്നിട്ടുണ്ടല്ലേ? അത് എങ്ങനെയാ അറിയുക? ഇപ്പം നമ്മളൊരു കൈറ്റ് കിട്ടിയ ചക്ക എടുത്തു വന്നു, അതിനൊരു പൊട്ടുക, അത് അവിടെ എടുത്ത് വെച്ചാൽ മതി. അത് ഉണ്ടായി. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ തന്നെ ഉണ്ടായിക്കോളും. ഈ കൈതച്ചക്ക കഴിക്കാൻ കുട്ടികളൊക്കെ ഉണ്ടോ ഇവിടെ? കുട്ടികൾ ആരുമില്ല അവിടെ. കഴിക്കാൻ ആളില്ല. ഉണ്ടാവുമ്പോൾ അങ്ങനെ ഒന്ന് പോകും. ചിലപ്പോൾ കുട്ടി വെറുതെ കടന്നു പോകാതെ അങ്ങനെ കുറെ കുട്ടികളൊക്കെ വേണ്ടതാണ് ശരിക്കും ഇവിടെ. കുറെ മാവും കൈതച്ചക്കകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ കുട്ടികളൊക്കെ പുറത്തല്ലേ? അപ്പൊ പുറത്താണല്ലേ? അവർ വരാറൊക്കെ ഉണ്ടോ? അവർക്ക് എപ്പോഴെങ്കിലും വരാറുണ്ട്. അവർക്ക് ഇഷ്ടമാണ് അതൊക്കെ? അവർക്ക് തൊടിയിൽ ഇഷ്ടമാണ്. അത് കളിക്കാനൊക്കെ ഇഷ്ടമാണ്, ഓടി കളിക്കാനും. അതുപോലെ ഇതിനകത്ത് കുറെ തേക്കുകൾ കാണാനുണ്ട്. തന്നെ ഉണ്ടായതൊക്കെ ആദ്യം ഉണ്ടായിരുന്നതാണ്. ഞാൻ എടുക്കുന്ന കാര്യത്തിലുള്ള സംഗതികളാണ് അല്ലേ? പിന്നെ തന്നെ ഉണ്ടായിക്കോളൂ. വരുന്ന കണ്ടോ ഇതിന്റെ തന്നെ ഉണ്ടാവുകയാണ്. വേറെ ഏതെങ്കിലും വിത്ത് വേണം, അത് അവിടെ നിന്ന് ഉണ്ടാവും. പക്ഷെ എടുത്ത് കളയാറില്ല. അതങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം പോലെ തെക്കുകളും ഉണ്ട് അല്ലേ? വളരെ ചെറിയൊരു സ്ഥലമാണ് എങ്കിൽ കൂടി ഓരോന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നശിപ്പിക്കാറില്ല. അങ്ങനെ ഒരു ഇതാണ്. എന്തെങ്കിലും ആവശ്യമില്ല, നശിപ്പിക്കാറില്ല. അത്യാവശ്യം വലിയ ചിലർ ഉണ്ടാക്കാറുണ്ട്, അത്രയും. മാവ് അല്ലേ? അത് ശരി. ഇതൊന്നും കായ്ച്ചിട്ടില്ല അല്ലേ? ആവുന്നുള്ളൂ അല്ലേ? അത് ശരി. മുമ്പ് 2 മാവ് ഉണ്ടായിരുന്നു ഇവിടെ. അതിന്റെ അത് പോയി വെട്ടി കളഞ്ഞു, പഴയതാകൊണ്ട്. അതെ. അപ്പൊ ഇത് കായ്ക്കാൻ തുടങ്ങിയുള്ളൂ. ഇപ്പൊ ഇവിടെ കായ്ക്കുന്ന മാവുകൾ ഉണ്ടല്ലോ, അത് അപ്പുറത്തൊക്കെ അല്ലേ? ആവുന്നുള്ളൂ അല്ലേ? ചില ചേനകളൊക്കെ പോയിട്ടുണ്ട്. അത് ഈ കാലം കഴിഞ്ഞാൽ പോവില്ലേ? അപ്പൊ അതിനകത്ത് നമുക്ക് കായുണ്ടോ? ഉണ്ടാവില്ലേ? അപ്പൊ നമുക്ക് പറിച്ച വേണേ കിട്ടുമല്ലേ? അത് ശരി. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഒരു മൂടിയിട്ടിരിക്കണ? കമ്പോസ്റ്റ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൊടിയിലുണ്ടാവുന്നുണ്ടല്ലോ, ഈ കാട, അതെല്ലാം വെട്ടി അതിൽ കൊണ്ടുപോകാം. അത് തന്നെ കുറച്ച് കഴിഞ്ഞാൽ കമ്പോസ്റ്റ് ആയിക്കോട്ടെ. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, വെറുതെ അതിലിട്ടാ. ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ചാണകം കൂടെ കൊടുക്കുന്നു. ഈ ചകിരിച്ചോറൊക്കെ ഇടാറുണ്ടോ? ഒന്നുമില്ല. ഇവിടെ കുറെ ചാണകം. ഇത് ചാണകമാണോ? അല്ല, കമ്പോസ്റ്റിന്റെ. കമ്പോസ്റ്റിന്റെ വേസ്റ്റ് ആണ് അത്. അത് ശരി, അത് ശരി, അത് ശരി. ഒരു ഈ ഗ്യാസ് ഉണ്ടാക്കിയ സംഗതിയാണോ? ഗ്യാസ് അല്ല, അല്ലല്ല. അതിലുണ്ടാക്കിയത് എടുത്തു വെച്ച് അതിന്ന് ഇങ്ങനെയാണ് ഈ പുല്ലൊക്കെ എല്ലാം കൂടി വെട്ടി പിന്നെ വരുന്നുള്ളൂ. ഈ പരുവാവും. അത് ശരി. അത് എടുത്തു വെച്ചതാ. ഇതിങ്ങനെ ചാക്കിൽ കെട്ടി വെച്ചിരിക്കുകയാണ് ആവശ്യത്തിനനുസരിച്ച് അല്ലേ ഉപയോഗിക്കാൻ. ഇത് വളം നല്ല വളമാണോ? നല്ല വളമാണ്. നല്ല വളമാണ്. വേറെ വേറൊന്നും വേണ്ടല്ലേ? അതുപോലെ ഇവിടെ ഗ്യാസും നമ്മൾ തന്നെ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? അത് ഉണ്ടാക്കിയത് ഞാൻ ഉദ്ദേശിച്ചാണ്. അപ്പോൾ അത്യാവശ്യം ഹൗസാകുന്നുണ്ട്. ഇത് നമ്മുടെ വേസ്റ്റ് അതൊക്കെ ഇതിലിട്ട് കഴിഞ്ഞാൽ അതായത് എവിടെയാണ് നമ്മളിത് കൊടുക്കുന്നത്? ഇതിൻ്റെ ഉള്ളിൽ കിട്ടുകയാണ്. ഇതിനകത്ത് നമ്മൾ ഡെയിലി ഉള്ള നമ്മുടെ വീട്ടിലെ വേസ്റ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വെറുതെ ഇട്ടാൽ മതി അല്ലേ? അത് ഏത് വഴിയാണ് പോകുന്നത്? ഇത് വഴി പോകും. ഇതിൽ വന്നിട്ട് ഇതിൽ പറയും. ഇതിൻ്റെ ഉള്ളിൽ വേറൊരിതുണ്ട്, അതിൻ്റെ അടപ്പാണത്. അത് ശരി. അതിൻ്റെ ഇത് വെള്ളം പുറത്ത് വിടുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഗ്യാസ് നിറയ്ക്കാം. അപ്പോൾ നമ്മളെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്നത് അധികം കിട്ടില്ല. ഇല്ല, ഒരു അരമണിക്കൂർ 1 മണിക്കൂർ അത്രേ ഉള്ളൂ. അത് കൂടുതൽ കിട്ടില്ല. അത് ശരി. കൂടുതൽ എടുക്കുന്നില്ലല്ലോ, നമ്മൾ കുറച്ചല്ലേ ഇടുന്നുള്ളൂ. ആവശ്യം അത്രേ കിട്ടുള്ളൂ. ഇവിടെ ഇതിൻ്റെ ഒരു ഇത് അതെ, ഇത് അഡ്ജസ്റ്റ് ചെയ്തേ ട്യൂബ് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും. നമ്മുടെ ചെറിയ ആവശ്യങ്ങളൊക്കെ നടക്കും അല്ലേ? അതെ, ചെറിയ ആവശ്യങ്ങൾ നടക്കും. ഇപ്പോൾ ഓണാണ്, ഓഫാണ് അല്ലേ? അത് ശരി, അത് ശരി.
ഇത് കഴിഞ്ഞ് ഇത് ഓൺ ചെയ്താൽ ഓൺ ചെയ്യും. ഇത് ഓൺ ചെയ്ത് ഇത് കൂടെ വന്ന് അങ്ങനെ അകത്ത് പോയിട്ട് അത് അപ്പോൾ അത്യാവശ്യം വേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഗ്യാസ് കിട്ടും അല്ലേ? അത് വളരെ കിട്ടും. ഒരു അരമണിക്കൂർ നേരത്തേക്കോ അത്രയൊക്കെ ഉണ്ടാവും. അത് ശരി. വളരെ ചെറുത്, ഏറ്റവും ചെറുതാണത്. അത് ശരി. അത് ശരി. ആ പിന്നെ ഇവിടെ കുറേ ചേമ്പ്. ഇത് ചേമ്പ്. ചേമ്പ് ഇത് നമ്മൾ വെച്ചതാണോ? ഏതാ? ആ എവിടെയാണ്? ആ അപ്പോൾ ഈ ചേമ്പ് നമ്മൾ വെച്ചതാണ്. ഈ കാണുന്ന ചേമ്പുകളാണോ? ഇത് നമ്മുടെ ആവശ്യത്തിന്. മുരിങ്ങയൊക്കെ നല്ല വലിയ മുരിങ്ങയായിട്ടുണ്ട്, സാധാരണ വലുതാണ്. അത് വെട്ടിയിട്ട് ഇനിയിപ്പോൾ ഈ 2 മഴ വീടുകളാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? മഴ വീടല്ല ഇത്, ശരിക്കും പറയുന്നതിന്റെ പേര് മഴ വീടല്ല, ഇത് ഹരിതഗൃഹം. ഹരിതഗൃഹം അതിന്റെ ശരിക്കുള്ള പേര്. മഴമറ പറഞ്ഞ ഇതുണ്ടായിരിക്കില്ല. ഈ കവറില്ലേ, ഈ കവറിലെ വീതത്തത് മാത്രമേ ഉണ്ടായിരിക്കൂ. പ്ലാസ്റ്റിക് അല്ല അത്? അത് പ്ലാസ്റ്റിക് ആണ്. അത് മാത്രമേ മഴമറയ്ക്ക് ഉണ്ടാവും. നമുക്ക് അതിനകത്ത് പോയാലോ? ഇത് കയറാലോ. ഇതിന്റെ ഇവിടെ തന്നെ എൻട്രൻസ് ഉണ്ട്. ഇതിനകത്തൊരു ചൂട് ഇങ്ങനെ. നമുക്ക് ചൂടുണ്ട്. നമുക്ക് ചൂടുണ്ട്. അവർക്ക് ഓക്കെയാണ്. ഇതിനകത്ത് ഇതിപ്പോ എന്താണ്? ഇത് കയ്പയാണ്. വള്ളിക്കയ്പ്. കാരണം ഈ 2-3 മാസമായിട്ട് നോക്കിയിട്ടൊക്കെ പോയതാണ്. രണ്ടാമത് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതാണ്. അത് ശരി. ഇത് നമ്മൾ നനയ്ക്കുന്നുണ്ടോ? നനയ്ക്കണം. ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ കയ്പ വെക്കുകയാണെങ്കിൽ അതിനിടക്ക് വേറെ എന്തെങ്കിലും വെക്കാൻ പറ്റും? എന്തും വെക്കാം അല്ലേ? ഇതിപ്പോൾ ഞാൻ വെള്ളരി വിത്തിട്ടിരിക്കുന്നതായിരുന്നു. ഇതിന് മുന്നേ ഇതിന് വിളവെടുപ്പ് നടത്തിയിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട് അല്ലേ? പിന്നെ കിട്ടാറുണ്ട്. അന്ന് ഹൈറ്റ് ഉണ്ടായപ്പോൾ ഹൈറ്റ് കൂട്ടിയതാണല്ലേ? ഹൈറ്റ് കിട്ടിയില്ലെങ്കിൽ ശരിക്കും നമുക്ക് ഇതിനകത്ത് നല്ല ചൂടുണ്ട് അല്ലേ? ഈ ചൂട് ഇതുണ്ട്, പക്ഷേ ഹൈറ്റ് വേണം. അതെ, ചൂട് മുകളിലേക്ക് പോകും. ചൂട് മുകളിൽ പോകില്ല അല്ലേ? ചൂട് മാത്രമല്ല, ഈ ഇതിൽ നിന്ന് നീരാവി ഉണ്ടല്ലോ, മോയ്സ്ചർ, അത് പുറത്തേക്ക് പോകില്ല. പുറത്തേക്ക് അതിനകത്ത് തന്നെ അതന്നെ ഒരു ബാഷ്പീകരിച്ചിട്ട് അതുകൊണ്ട് ഇതിന് എപ്പോഴും തണുപ്പ് കിട്ടിക്കൊണ്ട് ആവശ്യത്തിനുള്ള തണുപ്പ് അവർക്ക് കിട്ടുന്നുണ്ട് അല്ലേ? ഇത് നമുക്കിപ്പോൾ ചെയ്തെടുക്കാൻ, ഇപ്പോൾ ഇതിൻ്റെ ഒരു ബിൽഡിംഗ് ചെയ്ത് സെറ്റപ്പ് ഉണ്ടാക്കാൻ അത്യാവശ്യം നല്ല ചിലവുണ്ട്. നല്ല ചിലവുണ്ട്. എത്ര ചിലവാണ്? അത് 2 എണ്ണമാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ആ ഒരു ചെയ്ത് അതിന് 1 lakh ഒരെണ്ണത്തിന് 1,62,000. അത്യാവശ്യം നല്ലൊരു എമൗണ്ട്. 50,000 സബ്സിഡി കിട്ടിയിട്ടുണ്ട് അല്ലേ? 500 സ്ക്വയർ ഫീറ്റ് 100 വരെ മാക്സിമം തന്നിട്ടുണ്ട്. 5,000 കിട്ടി, 50,000 കിട്ടിയിട്ടുണ്ട്. ബാക്കി കഴിയുന്നതാണ്. അതിന്റെ പുറമെ ഇത് അതിന് മുമ്പ് ഉണ്ടാക്കിയതാണ്. അന്ന് മഴമറയൊക്കെ ഉണ്ടാക്കിയതാണ്. ഈ സൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും വേനൽക്കാലമായി കഴിഞ്ഞാൽ തണുപ്പ് ഇത് ഇവിടെ കരിഞ്ഞു പോവാം. അപ്പോൾ അതിപ്പോൾ കൂട്ടിയതാണ് ഹൈറ്റ്. ഈ ചുരുങ്ങിയത് ഈ ഹൈറ്റ് വേണം, എന്നാലും ചൂടില്ലാതെ. അല്ലെങ്കിൽ ഇത് എളുപ്പം ഇവിടെ ചൂട് കേട് വരുന്നത്. ഇവിടെ നമുക്ക് നിൽക്കാൻ പറ്റില്ല, നമുക്ക് പുറത്തിറങ്ങാം അല്ലേ? നല്ല അത്യാവശ്യം നല്ല ചൂടാണ്. ഇവിടുത്തെ ചെറിയ നമ്മുടെ മുളകൊക്കെ ഉണ്ട്, അതൊക്കെ തന്നെ ഉണ്ട്. ഓൾമോസ്റ്റ് അധികവും തന്നെ ഉണ്ടാവുന്നതാണ് ഇവിടെ അല്ലേ? വേറൊരു ഇതാണ് ആ പറഞ്ഞ ഇതല്ലേ, ഹരിതഗൃഹം. അത് ശരി, അത് ശരി. ഇത് കുറച്ചുകൂടി വലുതാണ് അല്ലേ? വലുതാണ്. ഓക്കെ. ഇവിടെ കുറച്ച് സംഗതികൾ കൂടുതലുണ്ട്. ഇത് മുഴുവൻ കേടുവന്ന് പോയിരുന്നു. അതിൽ ബാക്കി നിൽക്കുന്നത് ഇത് വഴുതന. വഴുതനയാണ് കാണുന്നത്. അത്ര വലുത്. ഇത്രയും വലുതായിട്ടുണ്ട്. ഇതിപ്പോ പാകമായ വഴുതനയാണോ അതോ പാകം കഴിഞ്ഞ് പാകമായതാണ്? ഒരു മഞ്ഞ കളറ്. ഇത് പഴുത്തതാണ്. വിത്തിന് ഉപയോഗിക്കാൻ പറയുന്നത്. വിത്തിനല്ലേ? അത് ശരി. ഇതിനകത്തൊരു നേന്ത്രക്കൊല കിട്ടിയുണ്ട്. അത് ശരി. ഇനിയിപ്പോൾ അടുത്ത കൊല്ലത്തേക്ക് വെച്ചതാണ്. ഇതിൽ മെച്ചം വെള്ളം കുറച്ച് മതി. ഇതിനകത്തല്ല, അതിന് വേറെ സാധനമുണ്ട്. പട്ടാമ്പി കേന്ദ്രം ഉണ്ടല്ലോ, അവരുണ്ടാക്കുന്നുണ്ട് ഹൈഡ്രോജെൽ. അതൊരു ചെറിയ ക്യാപ്സൂളാണ്. ആ ക്യാപ്സൂൾ എന്ന് വെച്ചാൽ ഇതിന് ഒരു തടയത്തിൽ 2 ഇട്ട് കൊടുക്കുക. 2 ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒഴുക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അത് വലിച്ചെടുക്കും. വേറെ വേസ്റ്റ് ആയിട്ട് പോവില്ല. അത് മാത്രമല്ല, ആവശ്യത്തിന് പിന്നെ വേരിലേക്ക് വിട്ടുകൊണ്ടിരിക്കും. സ്റ്റോർ ചെയ്തിട്ട് വിട്ടുകൊണ്ടിരിക്കും. അത് ശരി. എന്താണ് പേര് പറഞ്ഞത്? ഹൈഡ്രോജെൽ. അത് നല്ല എക്സ്പെൻസീവ് ആണോ?
ഇല്ല, അത് 3 റുപ്യാണ് വില. അത്രേ ഉള്ളൂ. പക്ഷെ അവിടെ കിട്ടും, അത് വേറെ എവിടെ കിട്ടും. അതാണ് അവൈലബിലിറ്റി ഒരു പ്രശ്നമാണല്ലേ? അതിനായിട്ട് പ്രശ്നം, അവിടെ പോയി എടുക്കണല്ലേ? നമ്മൾ എടുത്തിട്ടുണ്ടോ? അത് അന്വേഷിക്കും വേണം, ഉണ്ടോ കയ്യിലുണ്ടോ? അതെ, ചിലപ്പോൾ കഴിഞ്ഞു എന്ന് പറയും. നമ്മൾ എടുത്തിട്ടുണ്ടോ അത്? ഞാൻ സാധാരണ എടുക്കാറുണ്ട്. ആണോ? കയ്യിൽ സ്റ്റോക്ക് ഉണ്ടോ? കാണാം. അപ്പൊ നമുക്കൊന്ന് കാണാം അത്. ഇവിടെ ഇപ്പൊ മുഴുവനായിട്ടൊന്നും ഉപയോഗിച്ചിട്ടില്ല അല്ലേ? തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് കഴിഞ്ഞ കുറി ഉണ്ടാക്കി വെച്ചതാണ്, തുടങ്ങിയിട്ടില്ല. അത് അധികം എന്താണ് വെച്ചേ. ഇതൊക്കെ എന്താണ്? വെണ്ടയാണ് അല്ലേ? വെച്ചതാണ്. ഇത് നമ്മുടെ തന്നെ വളമാണ് അല്ലേ? നമ്മൾ അവിടുന്ന് കണ്ട വളം. ഇതവിടെ കുറെ ഇത് കഴിഞ്ഞ കുറി ഉണ്ടായ കുറച്ചു കാലം നോക്കാതിരുന്നില്ലേ, ആ കാലത്ത് തന്നെ ഉണ്ടായതൊക്കെ. ഇനി ഇതൊക്കെ വിത്ത് ഈ നമ്മളോടിപ്പോൾ മെമ്പറാണ് ഇങ്ങനെ ഒരു കർഷകനെ കുറിച്ചിട്ട് പറഞ്ഞു തരുന്നത്. ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് തോന്നുന്നത് ഹൈലൈറ്റ് വരുന്നത് ജൈവ വളങ്ങളാണ്. അതുപോലെ തന്നെ ആളിതൊരു സാമ്പത്തിക ലാഭത്തിനൊന്നല്ല. ഇവിടുത്തെ പ്രത്യേകതയായിട്ട് ഒന്ന് തോന്നുന്ന ഒരു അത്യാവശ്യം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാൻ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്ത് പരിപൂർണമായ ജൈവ രീതിയിൽ ഇവർ ഉൽപ്പാദിപ്പിക്കണമെന്ന് മാത്രമല്ല, ഇവിടെ നിങ്ങൾ നോക്കിയാൽ ബയോഗ്യാസ്, സോളാറ്, പരമാവധി പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ഒരു ജീവിതത്തിന്റെ കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ പ്രായം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ പ്രായത്തിലും ഇതിന്റെ കൃഷിയോട് വല്ലാത്ത ക്രേസാണ്. അതിന്റെ ലാഭനഷ്ടങ്ങളൊന്നും നോക്കാതെ കൃത്യമായിട്ട് അത് ചെയ്യുന്നു എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും. പിന്നെ ഇതിനകത്ത് ഈ തൊടിയിൽ 1 ഇഞ്ച് സ്ഥലം പോലും അദ്ദേഹം ഇപ്പം മഴ ജസ്റ്റ് നിന്ന് തുടങ്ങിയോ, അത് രണ്ടാമത് പണിയെടുപ്പിക്കാൻ വേണ്ടി കൃത്യമായിട്ട് അവർ തുടങ്ങി. മൂപ്പർക്ക് ഇതൊരു ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ 2 ദിവസം മുന്നേ കൂടി കൃഷിഭവനിൽ നിന്ന് പുതിയ കിട്ടിയിട്ടുള്ള 2 മാവിൻ്റെ തൈയും പ്ലാവിൻ്റെ തൈയൊക്കെ കൊണ്ടുവന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളൂ. പിന്നെ അദ്ദേഹം തന്നെ കഴിയാവുന്ന രീതിയിൽ ശാരീരികമായിട്ട് ഇവിടെ അധ്വാനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ തന്നെ വീഴുന്ന ചെറിയ ചപ്പില പോലും ബയോ കമ്പോസ്റ്റാക്കി മാറ്റി അത് കൃഷിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി. അപ്പോൾ മഴമറയൊക്കെ സർക്കാരിൻ്റെ സ്കീം നമ്മൾ അദ്ദേഹത്തെ പറഞ്ഞപ്പോൾ കൃത്യമായിട്ട് അത് യൂട്ടിലൈസ് ചെയ്തിട്ട് പോകുന്നു. ഞങ്ങൾ പലപ്പോഴും നോക്കിയാൽ ഈ സ്കൂളിലെ കുട്ടികളൊക്കെ വരുമ്പോൾ ഞങ്ങൾ എല്ലാ കൊല്ലം ഇവിടേക്ക് വിളിച്ചുകൊണ്ടിരും. വേറൊന്നല്ല, എങ്ങനെ നമ്മളതൊരു പരിമിതമായ സ്ഥലത്ത് നിന്ന് നമുക്ക് സ്വയം പര്യാപ്തമായി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് എങ്ങനെ ജൈവ രീതിയിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നുള്ള അതിന്. പിന്നെ അതിനൊപ്പം തന്നെ ശാസ്ത്രത്തോടൊപ്പം അദ്ദേഹം സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ക്യാപ്സൂളുകളൊക്കെ കൃത്യമായിട്ട് വരുത്തി അത് അദ്ദേഹം കൽക്കട്ടയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളെ സംബന്ധിച്ചാലും പിന്നെ ഇവിടെ ശ്രീകൃഷ്ണപുരത്ത് പൊതുവിൽ ഈ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന ആളുകളുടെ കുറച്ച് നമ്പറുണ്ട്.
അവരൊരു ഗ്രൂപ്പും ഒക്കെ ശ്രീഷോണത്ത് പൊതുവിൽ അങ്ങനെ ഉണ്ട്. ഞങ്ങൾക്കൊക്കെ സാറിനെ കുറിച്ച് നല്ല അഭിമാനമാണ് തീർച്ചയായും തോന്നിയിട്ടില്ല. പഞ്ചായത്തിലെ എനിക്ക് തോന്നുന്നു സാറ് ഈ ഒരു ഭാഗത്ത് എത്തുന്നതിന് പഞ്ചായത്തിന്റെ ഒക്കെ ഒരു നല്ല രീതിയിലുള്ള തീർച്ചയായും ഞങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ പഞ്ചായത്തിലെ മികച്ച കർഷകനായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് അർഹത തന്നെയാണ്. അദ്ദേഹത്തോട് കാട്ടി ഒരു തരത്തിലുള്ള യോഗ്യമല്ല. അദ്ദേഹം 100% അർഹതപ്പെട്ടു തന്നെ. പിന്നെ അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇപ്പം ഞാനൊരു പക്ഷേ എന്നോടുള്ള വ്യക്തിപരമായ ബന്ധം കൊണ്ട് പറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ പോലും ഷൂട്ട് ചെയ്യാൻ. അദ്ദേഹത്തിന് അതിലൊന്നും ഒരു താല്പര്യമല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തെ എങ്ങനെ അറിയപ്പെടാൻ വേണ്ടി അങ്ങനെയൊന്നും അദ്ദേഹത്തിന് അങ്ങനെ സന്തോഷം. ട്യൂബ്, ഈ ട്യൂബ് കൂടി അവിടെ നിന്ന് ചൂടാവും ഈ ഗ്ലാസിന്റെ എന്നിട്ട് ഇത് കൂടെ വന്നിട്ട് ചൂടുണ്ട് അല്ലേ? ആ, നല്ല ചൂടാ. അപ്പൊ നമ്മുടെ ആവശ്യത്തിനുള്ള ചൂട് ദിവസം നമുക്ക് കുളിക്കാനുള്ള വെള്ളത്തിന് കിട്ടുന്ന ഒരു 1-2-3 ദിവസം മഴ ഇല്ലെങ്കിൽ ശരി വെള്ളം ഉണ്ടായി ചൂടുണ്ടായി വെള്ളം കിട്ടും അല്ലേ? അത് നല്ല. ഇതിന് നമുക്ക് സബ്സിഡി കിട്ടിയിട്ടില്ല? ഇല്ല, ഇതിന് സബ്സിഡി ഒന്നുമില്ല. ഇതിനെത്ര നമുക്ക് ചെലവ്? ഞാൻ വന്ന കാലത്ത് കൊണ്ടുണ്ടാക്കിയതാണ്. അത് ശരി. അന്ന് ചൂടുവെള്ളം വേണം. ചൂടുവെള്ളത്തിന് മറ്റേ ഇതാകുമ്പോൾ അപ്പം ആ വന്ന കാലമാണത്. അന്ന് 2-3 കൂട്ടരേ ഉള്ളൂ. ഇത് ഹൈഡ്രോജൻ ഇവരെ ലാഭത്തിന് കണ്ട് അവര് മനസ്സിലാണ്. അത് ശരി, അത് ശരി. അന്ന് എനിക്ക് ഇതിന് ചിലവ് വളരെ കൂടുതലായിട്ടുണ്ട്. ഇത് വന്ന കാലമാണ്. ഇപ്പോൾ ഇതിന് വില കമ്മിയുണ്ട്, അന്ന് വില കിട്ടും. പിന്നെ സോളാർ അതിന് നമുക്ക് കറണ്ടാണോ എടുക്കുന്നത്? അതിന് കറണ്ടാണ്. കറണ്ട് അല്ലേ? നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ട കറണ്ട് മുഴുവൻ അവിടെ നിന്ന് കിട്ടും. അതും അധികം നല്ല വേനലാണെങ്കിൽ വീട്ടാവശ്യത്തിന് മുഴുവൻ കിട്ടുന്നുണ്ട് അല്ലേ? പക്ഷേ കൂടുതൽ ഇപ്പോൾ കുറച്ച് കൂടുതലാവുകൊണ്ട് തരുന്നുണ്ട്. അത് ശരി. മോട്ടറൊക്കെ ഓടും. കറണ്ടിൻ്റെ മോട്ടർ വെള്ളം നമ്മുടെ കിണറ്റിൽ നിന്ന് വെള്ളം അടിക്കാനുള്ള മോട്ടറൊക്കെ ഇതിൽ ഉപയോഗിക്കാൻ പറ്റും? ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ പറ്റില്ല. അത്ര പവർ നല്ല വേനൽ വരണം. അല്ല, അതിന്റെ പവർ ഇതിന് ഇല്ല. അങ്ങനെ മറ്റേ ജെറ്റായിരുന്നു. ജെറ്റ്. ജെറ്റുള്ള കാലത്ത് പവർ ഉണ്ടായിരുന്നു. അത് ശരി, അത് ശരി, അത് ശരി, അത് ശരി. ഇപ്പോൾ സബ്മർസിബിളാണ്. അത് ശരി. അതിനുള്ള പവർ ഇതില്ല. ഇതാണ് പാനൽ. ഇതാണ് പാനല്. അത് ശരി. അപ്പാ. അത്യാവശ്യം. അത് ശരി. ഇതിനകത്തു നിന്നാണ് നമുക്ക് ഇത് ചൂടല്ല എടുത്തില്ല. അല്ല, വെള്ളം പവറാണ്. അത് ശരി. അതുവഴി പവർ പോവും അല്ലേ? അത് ശരി, അത് ശരി. അത്യാവശ്യം വലിയൊരു ഇതാണ്.
ആണ് ലൈന്. ആ ഇങ്ങനെ ലൈൻ എടുത്തിട്ട് ഉള്ളിലേക്ക് പോകുന്നത്. അത് ശരി. ആ ആ ആ പിന്നെ നമ്മുടെ പവറിലേക്ക് പോവാണല്ലേ? ആ ഹാ ഇങ്ങോട്ട്. ആ ഓക്കെ ഓക്കെ. ഇതിൽ വന്നിട്ട് കണ്ട ആ ഹാ താഴത്തേക്ക് ഇറങ്ങുന്നുണ്ട്. താഴത്തോട്ട് അല്ലേ? ഇൻവെർട്ടർ സെറ്റ് ഏതാണ്? അത് സോളാർ ചാർജർ, അതാണ് ചാർജർ. അതിൻ്റെ ഇൻവെർട്ടർ. ഇൻവെർട്ടർ ഇത് കൺവേർട്ട് ചെയ്തിട്ട് എ സി മറ്റേതിലേക്ക് ആക്കുക അല്ലേ? DC എ സിയിലാക്കുക. ആ ഹാ 1248 വോൾട്ടാണ് ഇതിൻ്റെ വരിക. ആഹാ 219 വോട്ടായിട്ട് മാറ്റി വരുന്നത്. ആഹാ ഇതാണ് അതിൻ്റെ സെറ്റ്. അത് ഇവിടുന്ന് കൺവേർട്ട് ചെയ്യാം. അതാ കണക്ഷൻ. അത് വന്നിട്ട് എന്നിട്ട് പിന്നെ കണക്ഷൻ വരുന്നത്. അത് ശരി അത് ശരി. ഈ വീട് എങ്ങനെ പഴയതാണോ? ഇത് ഞാൻ വരുമ്പോൾ ഉണ്ടാക്കിയതാണ്. ആ ഇത് ഓടി വെച്ച് വാർക്കാണ് പറഞ്ഞത്. ഓട് വെച്ച് വാർക്കുക. അതെന്താണ്? അത് കംപ്ലീറ്റ് ഇതല്ല, ആ ഈ കോൺക്രീറ്റ് അല്ല. കോൺക്രീറ്റ് വെക്കുന്നതിന് മുമ്പേ ഓട് കവിട്ടിട്ട് മഴത്തിട്ട് വെക്കും. ആ എന്നിട്ട് അതിൻ്റെ ഇടയിലേക്ക് കോൺക്രീറ്റ് വരും. ആ എന്നിട്ട് അതിൻ്റെ മീതി കോൺക്രീറ്റ് വരും. അപ്പോൾ ചൂട് കുറവുണ്ടാവില്ല. ആ നല്ല തണുപ്പ്. പിന്നെ അതുപോലെ താഴെ കാവി. അത് ഇതിൻ്റെ എന്താണ് ഈ ചൂടില്ലല്ലോ, ആ തണുപ്പാണത്. ഇത് എന്നോട് ടൈൽസ് ആക്കിയാൽ പറഞ്ഞാൽ വേണ്ട വേണ്ട എന്ന് പറയും. പക്ഷേ എനിക്ക് പ്രശ്നം എന്താ അറിയോ, ഇന്നിപ്പോൾ ഇതിൻ്റെ ആളില്ല. ഇത് ചെയ്യാൻ പറ്റിയ ഒരാളെ കിട്ടില്ല. കാവി ചെയ്യാൻ അങ്ങനെ തേച്ച് മിനുക്കി എടുത്തത് അത് ചെയ്യാൻ പറ്റിയ ഒരാളില്ല, കിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് അല്ലേ? എനിക്ക് തോന്നുന്നൊരു 100% കർഷകനെന്ന് നമുക്ക് വിളിക്കാം. പറയണ്ട, ഒരു പ്രകൃതിയോട് ഇങ്ങനെ അത്ര അതുകൊണ്ടൊക്കെ പറഞ്ഞേക്കും ഇണങ്ങി ജീവിക്കുന്ന ഒരാൾ. അപ്പോൾ ഇത്രയും പ്രായം അത്ര അധികം എന്നല്ല ഞാൻ പറയുന്നത്, എങ്കിൽ കൂടി സാധാരണ വെറുതെ ഇരിക്കുന്നൊക്കെ ഒരു സമയമാണ്. എപ്പോഴും നല്ല എനർജറ്റിക് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ. ഇതിൻ്റെ പുറമെ അസുഖം വെച്ചുകൊണ്ടിട്ട് നടക്കുന്നത് ഇത് ഈ ബ്രോക്കേജ് ഉണ്ട്. 45 കൊള്ളായിട്ട് അതൊന്നും വക വെക്കുന്നില്ല അല്ലേ? അതൊന്നും അത്ര കാര്യമാക്കണില്ല. ഇല്ല, അത് മരുന്ന് കഴിക്കണ്ടേ. മരുന്ന് കഴിക്കണ്ടല്ലേ? വീട്ടിലാരൊക്കെ ഉണ്ട്? ഇപ്പം ഞാനും മിസ്സസ് മാത്രമേ ഉള്ളൂ. മിസ്സസ് മാത്രം. 2 മക്കളേ ഉള്ളൂ. ഒരാൾ ബാംഗ്ലൂരാണ്, ഒരാൾ ഷാർജയിലാണ്. ഷാർജയിൽ ടീച്ചറാണ്. അത് ശരി. ഇവിടെ ഒരു IT പ്രൊഫഷനാണ്. ഷാർജയിൽ ഏത് സ്കൂളിലാണ്? ഷാർജയിൽ ഇപ്പോൾ അവർ ഓൺ സ്കൂൾസ് ഉണ്ട്. അവർ ഓൺ സ്കൂളാണ്. ഒരു മാത്യൂസിൻ്റെ അറിയാം, അവിടെയാണ്. അതിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഉദ്ദേശിക്കുന്നതും ഇതുപോലുള്ള പ്രകൃതിയോട് വളരെ ഇണങ്ങി ജീവിക്കുന്ന ആളുകളെ നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരിക, അതിലൂടെ നിങ്ങളെ പ്രചോദിപ്പിക്കുക എന്നാണ്. ഇത്തരത്തിലുള്ള കർഷകരുമായിട്ട് അല്ലെങ്കിൽ കൃഷിക്കാഴ്ചകളുമായിട്ട് കൃഷിദീപം തുടരുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു കർഷക കാഴ്ചയുമായിട്ട് വീണ്ടും വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരേക്കും ഗുഡ് ബൈ.